to Super Prime Time Live Show 3 in 1. Powered by Time Express Cargo. Gift sponsored by Green Olive Beauty Salon and special gift voucher by Ujala. Yes. അങ്ങനെ ഞങ്ങൾ ശകലം ലേറ്റ് ആയി ബിക്കോസ് നല്ല ട്രാഫിക് ആണ്. അതെ, ഈ ഒരു എനിക്ക് തോന്നുന്നൊരു ഓണം കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞപ്പോഴേ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് ഭയങ്കര ട്രാഫിക്. പക്ഷേ ഈ മൺഡേ ഇന്ന് നല്ല ട്രാഫിക് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇന്നത്തെ നിങ്ങളുടെ ബാക്ക് ടു ഹോം ജേർണി എങ്ങനെയായിരുന്നു? ഞങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ പറയാം. അപ്പൊ നമ്മുടെ ഫോൺ വിളിക്കുന്ന നമ്പർ എത്രയാണ് ഷനാസ്? 0423824991. യെസ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഷജീല ആൻഡ് ഷഹനാസ്. അപ്പൊ ഒരു പുതിയ വീക്കിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പെട്ടെന്ന് വിളിക്കുക. അതെ, ഇന്ന് കുറച്ച് ടൈമേ ഉള്ളൂ. അതെ, പെട്ടെന്ന് വിളിക്കുക. ഞങ്ങളുടെ 3 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയി ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് സ്വന്തമാണ്. സോ കമാൻ, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണം, പെട്ടെന്ന് വിളിക്കുക അല്ലേ? ആരും ടൈം വേസ്റ്റ് ചെയ്യണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ഇന്നത്തെ റെഡി ആയിട്ടിരിക്കുക. അതെ, നിൽക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ ഷോ തുടങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചെറിയൊരു വിഷമമുള്ള ഒരു വാർത്ത. കോള്. ഓക്കെ, ഹലോ. ഗുഡ് ഈവനിങ്. ആരാത്? മാലിക് എന്ന് പറയും. മാലിക്കിന്റെ പറയും. എന്തൊക്കെയുണ്ട് വിശേഷം മാലിക്? ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിപൊളി. ആഹാ, ഓക്കെ, നൈസ്. പിന്നെ എന്താ കൂടെ അമ്മ ഉണ്ടാ? ഇല്ല, ഞാൻ ജിമ്മിൽ നിന്ന് വരുന്ന വഴിയാ. ജിമ്മ് കഴിഞ്ഞിട്ട് പോവാണോ? ഇന്ന് എങ്ങനെയുണ്ട്? ട്രാഫിക് ഉണ്ടോ? ഇന്ന് അല്ല, കുറവാണ്. ഫുൾ ട്രാഫിക്കിൽ പെട്ട. ഏത് വഴി വരുന്നത്? എവിടെ ഓഫീസ്? എവിടെയാ വീട്? എവിടെയാ? അല്ല, വീട് മുഷഫ് മോളുടെ അടുത്തായിട്ട്. ഞാൻ വരുന്നത് ഷേഖ് സായിദ് വഴി. ഓക്കെ, നേരത്തെ വരുന്നതാണോ? ഏർലി ഈവനിങ് വരുന്നതാണോ? ജിമ്മിൽ പോയിട്ട് പോണ വഴി അല്ലേ? അല്ല, ജോലി കഴിഞ്ഞ 5:30 എത്തും. 5:30. അതാണ് വെറുതെ ട്രാഫിക്കില്ലാന്ന് പറഞ്ഞത്. തെറ്റിദ്ധരിക്കില്ലേ? വെറുതെ പറഞ്ഞിരിക്കൂലേ? അല്ല, ട്രാഫിക് കൂടുതൽ. അല്ല, ഇന്ന് ഭയങ്കര ഭയാനകമായ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഓക്കെ മാലിക്, അപ്പൊ അറിയാലോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങള് കളിയൊക്കെ കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാ കളിക്കേണ്ടത്. അറിയാം, കളിക്കാൻ എങ്ങനെയാ. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങിയാലല്ലേ? സമയം വേസ്റ്റ് ചെയ്യണ്ട. മാലിക് സ്റ്റാർട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് മറക്കരുത്. ഓക്കെ, ആൻഡ് ദി ടോപ്പിക് ഈസ് GK ആണ് വന്നിട്ടുള്ളത്. സോറി, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞു. ഓക്കെ, GK. അപ്പൊ GK ആണ് ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം. ഓക്കെ, അപ്പൊ വായിക്കാം. തിരക്കാടി. അത് ശരിക്കും തിക്കൊടിയൻ. ഓപ്ഷൻ എ തിക്കൊടിയൻ. ഉറൂബ് മാലി. തിക്കൊടിയൻ ഉറൂബ് മാലി. സി മാലി അല്ലേ? ശരി, നമുക്ക് മാലി ലോക്ക് ചെയ്യാം. അയ്യോ, തിക്കൊടിയനായിരുന്നു കറക്റ്റ് ആൻസർ. അത് കുഴപ്പമില്ല, മാലിക്ക് ഫുൾ കറക്റ്റ് ആൻസർ പറയുന്ന ആളാ. നോ പ്രോബ്ലം മാലിക്, വീണ്ടും വിളിക്കാം. ഉമ്മ അടുത്ത് വിളിക്കാൻ പറയട്ടോ. ബൈ മാലിക്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കോളർ ഉണ്ടല്ലേ, ഒരു കാര്യം പറയാൻ പറ്റില്ല, പടക്കിന് പറയാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ആരാ സംസാരിക്കുന്നത്? നസ്രീൻ. എവിടുന്ന് വിളിക്കുന്നു? ഞാന് മൂവയില, ഷാർജ. മൂവയില. എന്ത് ചെയ്യുന്നു നസ്രീൻ? ഞാനിപ്പോ എന്താ പറയാ, ന്യൂലി മാരീഡ് ആണ്. അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം ഫ്രീ ആയിട്ട് വീട്ടിൽ. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക്. ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്തോണ്ടായിരുന്നത്? ഞാൻ സ്കൂളിലായിരുന്നു. ടീച്ചറായിരുന്നോ? അല്ല, ഞാൻ ഓഫീസ് അഡ്മിൻ ഇതിലായിരുന്നു. വെരി ഗുഡ്, നൈസ്. നാട്ടിൽ എവിടെയാണ് നസ്രീൻ? തൃശ്ശൂർ. ഹസ്ബൻഡും തൃശ്ശൂരാണോ? അതെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കഴിയാൻ എത്ര കാലായി? ഒരു മാസം? 2 months. അതായത് പുതുക്കായിട്ടിരിക്കുക അല്ലേ? വാട്ട് ഡു യു തിങ്ക് ഈസ് ബെറ്റർ, കല്യാണം കഴിക്കുന്ന മുമ്പത്തെ ലൈഫാണോ ഇപ്പോഴാണോ? അതാണ് രണ്ടിനും അതിന്റേതായ ഒരു പോസിറ്റീവ് ഉണ്ട്. ലൈക്ക്
ഇതൊരു പുതിയ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് കൈൻഡ് ഓഫ് എക്സൈറ്റഡ് ആണ്. അങ്ങനെയാണ് ഉള്ളത്. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച് മാരേജ്. ഇപ്പൊ കൂടെ ഹസ്ബൻഡ് ഉണ്ടോ? ഹസ്ബൻഡ് ഉണ്ട്. ആഹാ, അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയട്ടെ. ഇതൊക്കെയാണ് കല്യാണം കഴിഞ്ഞ ലൈഫ് ഏറ്റവും ബെസ്റ്റ്. പുകഴ്ത്തി പറയൂ. ഉപ്പ ഡെയിലി വിളിക്കലുണ്ടായിരുന്നു എന്റെ ഫാദറിലോ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട്. ഇക്ബാൽക്ക് അന്ന് പറഞ്ഞായിരുന്നു. സ്വന്തം അപ്പൊ പിന്നെ എന്റെ തന്നിട്ട് ഒരു ടെസ്റ്റ് ആയിരുന്നു. എങ്ങനെ എന്റെ കോള് തന്നിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. ആഹാ, അത് ശരി. ഇപ്പൊ അടുത്തുണ്ടോ ഫാദർ ഇൻ ലോ? അടുത്തുണ്ട് ആള്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എല്ലാരും ഞെട്ടിക്കണ്ടേ? ശരി ശരി നസ്രി, എന്താ ചോദിക്കാണ്ടോ? നസ്രിന്റെ അടുത്തോ? എന്താ ചോദിക്കാം? ഫുൾ കുക്ക് ചെയ്യാനൊക്കെ അറിയപ്പോ? കുഴപ്പമില്ല, അതൊക്കെ പതുക്കെ പതുക്കെ പഠിച്ചോളൂ. തന്നെയാ. പിന്നെ എടുക്ക്, ഹസ്ബൻഡിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാം. അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. അന്ന് നമുക്ക് കളിയിലൂടെ ഇടുന്നാലോ? നമ്മുടെ ചക്രം ഫുൾ റെഡി ആയിട്ട് നിൽക്കാണ്. അറിയാലോ നസ്രീൻ എങ്ങനെയാ കളിക്കേണ്ടത്? കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. നമ്മളെ വീല് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. യുവർ ചോയ്സ് വന്നിട്ട് നസ്രീൻ ഇത് ചൂസ് ചെയ്യും. ഏതാ ടോപ്പിക്? GK ഉണ്ട്, മൂവീസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഇമേജസ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. യു ക്യാൻ ചൂസ്. Okay, I can choose. Movies. Okay. അപ്പം ഹോം ക്രീം ക്രൂം നമുക്ക് മൂവീസിലേക്ക് പോവാം. ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. തകർക്കണം കേട്ടോ. എല്ലാത്തിനെയൊക്കെ ഒന്ന് കയ്യിലാക്കണ്ടേ? എന്തായാലും ആദ്യമായിട്ട് വിളിക്കില്ല, തകർക്കാം. ഓക്കെ. പ്രണവം ആർട്സ് ആദ്യമായി നിർമ്മിച്ച മോഹൻലാൽ ചിത്രം ഏതാണ്? പ്രണവം ആർട്സ്. ഹിസ് ഹൈനസ് അബ്ദുള്ള, കമലദളം, ഭരതം. പ്രണവം ആർട്സ് ആദ്യമായി നിർമ്മിച്ച മോഹൻലാൽ ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ എ ഹിസ് ഹൈനസ് അബ്ദുള്ള, ഓപ്ഷൻ ബി കമലദളം, ഓപ്ഷൻ സി ഭരതം. പെട്ടെന്ന് പറയൂ. കമലദളം. ബി കമലദളം. ഓക്കെ, ലെറ്റ്സ് ലോക്ക് കമലദളം. തെറ്റിപ്പോയല്ലോ. ഹിസ് ഹൈനസ് അബ്ദുള്ള. കണ്ടിട്ടില്ലേ? ഹിസ് ഹൈനസ് അബ്ദുള്ള കണ്ടിട്ടില്ലേ? ഹിസ് ഹൈനസ് അബ്ദുള്ള കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതായിരുന്നു ആൻസർ. കുഴപ്പമില്ല. ഇക്ബാൽക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ തുടങ്ങിയത് അല്ലേ ഇക്ബാൽക്ക്? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് എന്തായാലും പ്രൈസ് കിട്ടട്ടെ. എന്തായാലും വിളിക്കാം. ബൈ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഞാന് എൽവിനാണ് സംസാരിക്കുന്നത്. ഷജി, എന്താണ് എൽവിൻ നീ സംസാരി? നിനക്ക് എന്ത് പറ്റിപ്പോയി? ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ചട്ടിപ്പട്ടി. എന്താടാ ഞാൻ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇനി ഇവിടെ സംസാരിക്കട്ടെ. നിന്നോട് സംസാരിക്കല്ലോ. നമ്മൾ ഇവിടെ വിളിക്കുന്നത് നമ്മുടെ 3-1 പ്ലാറ്റ്ഫോം സംസാരിക്കണം അല്ലേ എൽവിൻ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പിന്നെ ഓണം എൽവിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ അടിപൊളിയായിരുന്നു. പായസം അതുകൊണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച വരാതിരുന്നു. ശരിയാ, ഓടാ ഒരു രക്ഷയില്ല. സത്യം പറയട്ടെ, എസ്പി അടിയാന്ന് വിചാരിക്കില്ലേ? ഇത്രയും നല്ല പായസം ഈ ജന്മത്തില് ഞാൻ കുടിച്ചിട്ടില്ല. ഭയങ്കര ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല കേട്ടോ, പക്ഷെ സത്യമായിട്ട് ഭയങ്കര ടേസ്റ്റ്.
വേറെ ആരും എന്റെ കഴിച്ചിട്ടില്ല. വീട്ടിലുള്ള ആൾക്കാരൊക്കെ കഴിച്ചു. എല്ലാവരും ഭയങ്കര നെട്ടിപ്പോയി തന്നെ പറയാലോ. ഈ ഞാൻ സത്യം പറയട്ടെ, അമ്പലപ്പുഴ പാൽപ്പായസം അതിനെ മറിച്ച് വെക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതുവരെ കുടിച്ച പക്ഷെ പാൽപ്പായസം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതില് ആ ഉണ്ടാക്കിയത് അത്രയും മറ്റേ നമ്മള് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയ കളർ കറക്റ്റ് വന്നു. പിന്നെ എന്തായാലും മിൽക്ക് മേഡ് ഒഴിക്കണ്ടായിരുന്നു. എന്തോ പിന്നെന്തോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. കാരണം ഞാൻ ഷുഗർ അതിനനുസരിച്ചിട്ടായിട്ടെ എനിക്ക് അവസാനം എനിക്ക് എന്തായാലും മിൽക്ക് മെയ്ഡ് ഇടണം എന്ന ആഗ്രഹത്തോടു കൂടി, അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം മിൽക്ക് മെയ്ഡ് ഇട്ട്. പക്ഷെ കളർ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല, ഒരു പിങ്കിഷ്. ശരിക്കും പാലടയിൽ മിൽക്ക് മേഡിന്റെ ആവശ്യമില്ല, അതന്നെ നല്ല ടേസ്റ്റ്. അതെ അതെ അതെ. പക്ഷെ ഇതും കൂടി ഇട്ടപ്പം പിന്നെ ഒന്നും പറയണ്ട. ഓ എന്തൊരു ടേസ്റ്റ്. ചേച്ചിയുടെ പായസം എഴുതിയും കുടിച്ചായിരുന്നോ? ഇല്ല, ഞാൻ സ്റ്റേറ്റസിലില്ല, ഞാൻ പോലും എന്റെ സ്റ്റേറ്റസ് കണ്ടിട്ടാണ് പറയണത്. ഓക്കെ, റീൽ ഉണ്ടായിരുന്നല്ലോ. എന്താ റീൽ അതാണ്. റീല് കിട്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് ഫുൾ പ്രേക്ഷ വരിക, നമ്മുടെ UBL ഫാമിലി എല്ലാവർക്കും തരുന്നതായിരിക്കും, എൽവിനും തരുന്നതായിരിക്കും കേട്ടോ. അന്ന് UBL മുടക്കാൻ ഒന്നും പറയില്ല. എന്നാ ശരി, എനിക്കും ആദ്യം കൊണ്ടുപോയിട്ട് ഡെഫിനറ്റ്ലി തന്നിരിക്കും. ഓക്കെ, അതുപോലെ ഒരു ദിവസം നമ്മുടെ വിന്നർ UBL നമ്മുടെ 3-in-1 വിന്നറിന് ഷെജില സ്പെഷ്യൽ പാൽപ്പായസം ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതായിരിക്കും വളരെ വളരെ സൂൺ. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് കളിക്കാം, നോക്കട്ടെ അത് കിട്ടാനുള്ള ഭാഗ്യം നമ്മുടെ എൽവിനുണ്ടോ. സ്റ്റാർട്ട് പറഞ്ഞോളൂ മകനെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വീൽ കറങ്ങിക്കോളൂ. എല്ലാം ഒരുമിച്ചായോ? സ്റ്റാർട്ട് പറഞ്ഞിട്ട് ജസ്റ്റ് മിനിറ്റ്. സ്റ്റോപ്പ് പറഞ്ഞ. ഓക്കെ. പൊളിറ്റിക്സ്. അപ്പൊ നമ്മുടെ എൽവിന്റെ ഉള്ളിലുള്ള എല്ലാ തെണ്ടിത്തരം പൊളിറ്റിക്സും പുറത്തു വരട്ടെ. വായിച്ചോ, ക്വസ്റ്റ്യൻ വായിച്ചോ. ഓക്കെ, കോർപ്പറേഷൻ കൗൺസിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾക്കു വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്ര? 25, 18, 21. അയ്യോ, 21. ഓക്കേ, സോ ലെറ്റ്സ് ലോക്ക് ഓപ്ഷൻ സി 21. നമ്മുടെ എൽവിന്റെ ഉത്തരം ആർക്കറിയാം? തെറ്റാണോ പറയുന്നത്? ശരിയാണ്. ആർക്കറിയാന്ന് കറക്റ്റ് ആണ്, നല്ല ഗസ്സിംഗ് ആണ്. ആ, അപ്പൊ പൊളിറ്റിക്സ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. പാൽപ്പായസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തു വെച്ചു. ഞാൻ അടുത്ത ടോപ്പിക്ക് പോട്ടെ. സ്റ്റാർട്ട് പറഞ്ഞോളൂ. അന്നുണ്ടാക്കിയ പാൽപ്പായസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തു വെക്കാൻ. അത് ഞാൻ തണുപ്പാവാൻ വേണ്ടിട്ട് പല രീതി നമുക്ക് ഇത് കഴിക്കാം. കൂടുതൽ സംസാരിക്കരുത്. ഓഡിയോ വന്നിട്ടില്ല. ഓഡിയോ. അപ്പൊ ഓഡിയോ ഇല്ലാതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ടിവിയുടെ വോളിയം ഒന്ന് കൂട്ടി വെച്ചോളൂ. ടിവിയുടെ വോളിയം കൂട്ടി വെച്ചോളൂ. എന്താ പറഞ്ഞേ? ടിവി ഉണ്ടല്ലോ, വോളിയം കൂട്ടിയില്ലേ? ஓகே குட். என்னுடைய நண்பன் கார்த்தி இருக்கிறாரு. நடிகர் திலகம் என்னுடைய நண்பன் கார்த்தி இருக்கிறாரு. நடிகர் திலகம் ശബ്ദം തിരിച്ചറിയുക കേട്ടോ. യോഗി ബാബു സന്താനം വിവേക്. യോഗി ബാബു സന്താനം വിവേക്. ശബ്ദം തിരിച്ചറിയുക കേട്ടോ. യോഗി ബാബു. ഇനി ടിവിയുടെ വോളിയം കുറച്ചോളൂ കേട്ടോ. സന്താനം. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. കുഴപ്പമില്ല, അറിഞ്ഞോണ്ടല്ലോ നേരത്തെ ശരിയാക്കിയത്. ഐശ്വടാ വിവേകായിരുന്നു കറക്റ്റ് ആൻസർ. ഇവിടെ ഞാൻ ടി വി കൂട്ടി വെച്ചപ്പോഴേ അവിടെ അത് ചോദ്യം ചോദിച്ചു, അതാ പ്രശ്നമായി. അയ്യോ, കോൾ കണക്ട് ഇപ്പൊ എന്തോന്നാണ് ടോണി. ഓക്കെ, അപ്പൊ എൽവിൻ നെക്സ്റ്റ് ടൈം എന്തായാലും ജയിക്കട്ടെ കേട്ടാ. അടുത്ത കോൾ ഉണ്ടെന്തോ. ഹലോ, ഗുഡ് ഈവനിങ്. ആരാത്? നിഷാദ് എവിടുന്ന് വിളിക്കുന്നു? ഷാർജ. എന്താ നിഷാദ് ചെയ്യുന്നത്? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എന്താണ്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? മെഡിക്കൽ ഫാർമസിയിലാണോ?
അല്ല, ലാബില്. ലാബില്. അപ്പൊ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ ആണോ വർക്ക് ചെയ്യുന്നത്? അതെ അതെ. അത് ശരി, ഗുഡ്, ഓക്കെ, നൈസ്. നാട്ടിലെവിടെയാ? നാട്ടില് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഓക്കെ. കൂടെ ആരൊക്കെയുണ്ട്? ഫാമിലി ആയിട്ടാണോ അത് ഫ്രണ്ട്സ് ആയിട്ടാണോ? സിസ്റ്ററിന്റെ കൂടെയാണ്. സിസ്റ്ററിന്റെ കൂടെ. സിസ്റ്ററിന്റെ കൂടെ. ഓക്കെ, നൈസ്. സിസ്റ്റർക്ക് ഇപ്പൊ കണ്ടോണ്ടിരിക്കാണോ? അവര് ഇടയ്ക്ക് കാണും, വന്നിട്ട് പോവും. ആണോ? ഒരു കുറച്ച് സമയം കാണാൻ പറ, നമ്മൾ നിശാദ് കളിക്കല്ലേ. കിച്ചണിലേക്കാണോ പോണേ? പണ്ട് സിസ്റ്റർ വിളിക്കുമായിരുന്നു, ഇപ്പം വിളിക്കത്തില്ല. അതെന്താ വിളിക്കാത്തെ? ഓ മൈ ഗോഡ്, എന്തുകൊണ്ട്? സമ്മാനമൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. സമ്മാനം ഒരുപാട് സമ്മാനം ഉണ്ട്, വിളിച്ചാ കിട്ടും. സിസ്റ്റർ പേരെന്താ? ഓ, സിസ്റ്റർ പേരെന്താ? സുറുമി. സുറുമിനെ എനിക്കറിയാലോ. അശോ, സുറുമി അങ്ങനെ പറഞ്ഞ സമ്മാനം ഇല്ലാതെ. പ്രൊഡ്യൂസർ ഇത് കേൾക്കുന്നില്ലേ? അങ്ങനൊന്നും പറയരുതട്ടാ. എനിക്ക് ഇഷ്ടംപോലെ സമ്മാനം ഉണ്ട്. ഉജാലൊക്കെ അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ഇനിയും സർപ്രൈസിങ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരും അടുത്ത എപ്പിസോഡ്സിലൊക്കെ. ആദ്യമായിട്ട് വിളിക്കാണോ നിഷാദ്? ഇല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്, പണ്ട് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ നിഷാദ് ജയിക്കട്ടെ, പ്രൈസ് കിട്ടട്ടെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. Are you ready? Yes. Okay. First സ്റ്റാർട്ട് പറഞ്ഞോളൂ. Start. Okay. Stop. വന്ന് നമ്മളെ പൊളിറ്റിക്സിലേക്ക് പോവാം. ന്യൂസ് ഒക്കെ കേൾക്കുന്ന ഒരാളാണോ? പൊളിറ്റിക്സോ? അതെ. സാധാരണ ന്യൂസ് ഒക്കെ കേൾക്കുന്ന ഒരാളാണോ? ഇടയ്ക്കൊക്കെ കേൾക്കും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം, ആദ്യം പരീക്ഷിച്ചു നോക്കാം അല്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അതെ. All right, so here is the first question. First question ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ വരട്ടെ. ക്വസ്റ്റ്യൻ പൊളിറ്റിക്സ് ഇങ്ങനെ ഇറങ്ങി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? പാർലമെന്റ്. You sure? Lock it. Yes. Okay, so let's lock option A, parliament. Correct answer. Congratulations. ആ കോൺഫിഡൻസ് രക്ഷിച്ചിരിക്കുന്നു. അതന്നെയാണ് ആൻസർ. Thank you. അറിയില്ലല്ലേ? അത് ചെറിയൊരു ഓർമ്മയുണ്ട്. Okay, good. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ ഷനാസ്? അതെ. സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട് പറഞ്ഞോളൂ. Start. Stop. All right. Your choice. Movies. സിനിമയ്ക്ക് ഇഷ്ടമുള്ള ആളാണോ? ഓ, സിനിമ അങ്ങനെ കാണാറില്ല. കാണാറില്ലേ? പക്ഷെ ഇഷ്ടമാണോ? ഇതെന്താ ന്യൂസ് നോക്കാറുണ്ടെന്ന് പറയുമ്പോ അത് ചെയ്യാറില്ല. സിനിമ കാണാറുണ്ട്, അതും കാണാറില്ല. എന്താണ് ആൻസർ ഒക്കെ കറക്റ്റ് ആയി വരുന്നുണ്ട്. എന്തെങ്കിലും നോക്കാം. സിനിമ. ഓക്കെ. ക്വസ്റ്റ്യൻ വായിക്കാം. ഏറ്റവും കൂടുതൽ ദൈർഘ്യം കൂടിയ മലയാള സിനിമ ഏതാണ്? ലേലം, ദി കിങ്, വലിയ പെരുന്നാൾ. ഓപ്ഷൻ എ ലേലം, ഓപ്ഷൻ ബി ദി കിങ്, ഓപ്ഷൻ സി വലിയ പെരുന്നാളോ? യെസ്, അതെ. ലേലം കൊടുക്കാം. ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ലേലം നോക്കിയോ. ഓ സോറി, റൈറ്റ് ആൻസർ ഇസ് ബി, ദി കിങ്. ദി കിങ് ആയിരുന്നു ആൻസർ. കുഴപ്പമില്ല നിഷാദ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയില്ലേ? അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ 3 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിരിക്കും, സമ്മാനം കൊണ്ടോ? ഇപ്പൊ ഇല്ല, സമ്മാനം കിട്ടുള്ളൂ. ഇന്നത്തെ ഗെയിമില് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സൈറസ് ബ്യൂട്ടി സലൂണിലെ ബ്യൂട്ടി സലൂണിലെ ഒരു വൗച്ചർ കിട്ടിയേനെ. അതല്ല എങ്കിൽ ഉജാലയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ, ഒരു ബാഗ് ഫുള്ള് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. ഓക്കെ, എന്തായാലും സുറുമിനോട് ഇനി വിളിക്കണം എന്ന് പറയണം കേട്ടോ. ഞങ്ങൾ മിസ് വിളിക്കാതിരിക്കരുതെന്ന് പറയും. ബൈ. ഹലോ. എന്താ വിശേഷം ശൈലാൻഡിയുടെ? മാലിക് കളിച്ചിരുന്നു, പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടായി പോയി. അതുകൊണ്ട് ശൈലൻഡി അതൊക്കെ ആ ക്ഷീണൊക്കെ മാറ്റണം കേട്ടോ. ഇന്ന് എന്തായാലും ജയിക്കണം. എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയോ? കടലക്കറി കൂടെ മാലിക് വരുന്നുണ്ട് എന്തായാലും. എന്നിട്ട് നമുക്ക് നല്ല കളിയിലോട്ട് പോയല്ലോ.
സ്റ്റോപ്പ്. കറങ്ങിക്കോളൂ. ഓക്കെ. മ്യൂസിക് അല്ലേ? മ്യൂസിക്. ഇമേജ്. ഇമേജ്. ഇമേജ് ആണ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ നമുക്ക് ഇമേജ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ വരട്ടെ. അപ്പൊ ടിവിയിൽ ശ്രദ്ധിക്കണം, അറിയാലോ ഇമേജ് ആണ് ശൈലമ്മ. അപ്പൊ ടിവിയിൽ കാണിക്കും, അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. ഇദ്ദേഹം മരിച്ച വർഷം ഏതാണ്? വർഷം ഏത് വർഷത്തിലാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്? ഇപ്പൊ വരും 2010 ആണെന്ന് തോന്നുന്നു. എനിക്ക് കാണാൻ പറ്റുന്നില്ല ഓപ്ഷൻ ക്ലിയർലി. 2010, 2011, 2012. 13ആണോ 12ആണോ? 2012, 2010, 11, 12. 2012 അല്ലേ? 2012 എന്ന് തോന്നുന്നു. കറക്റ്റ് ആണോ? കറക്റ്റ് ആൻസർ 2010 ആയിരുന്നു ശൈലാൻഡി. അത് അന്നാ പറ്റിയെന്നറിയോ? കൊച്ചിൻ ഹനീഫ ചേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാം ഒരു ഫേവറേറ്റ് ആക്ടറാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മള് കൂടെയുള്ള പോലെ തോന്നും. അതായിരിക്കും ചിലപ്പോ 2012 ഏറ്റവും ലേറ്റ് ആയി പറഞ്ഞല്ലേ. കുഴപ്പമില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം എന്തായാലും കിട്ടട്ടെ. അപ്പൊ ശൈലാൻഡി ബൈ. ബൈ. ഹലോ ഹലോ ഹലോ. ഒരു കോളർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ. ടിവിയിൽ ശ്രദ്ധിക്കരുത് കോളർ, ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിലോട്ട് ശ്രദ്ധിക്കാം. ഹലോ. ഓക്കെ, ആ കോൾ ഡിസ്കണക്ട് ആയി. അപ്പൊ ഇനി വിളിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, വിളിക്കുമ്പോൾ ടി വി മ്യൂട്ട് ചെയ്തിട്ട് വേണം വിളിക്കാൻ. നിങ്ങൾ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ? അപ്പം അപ്പോഴാണ് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായും. നമ്മുടെ ഈ കൊച്ചിൻ ഹനീഫ ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ആക്ച്വലി ഷോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മിനിറ്റ് പറയാൻ തുടങ്ങിയ കാര്യം എന്ന് വെച്ചാല്, നമ്മളൊക്കെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ കവിർ പൊന്നമ്മ, നമ്മുടെ അമ്മ അല്ലേ, അത് ഭയങ്കര ഒരു നഷ്ടമാണ്. അതെ, അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അവരെ ഒന്ന് നമ്മള് ആ ഒരു ഒറ്റ നിമിഷം കേട്ടോ, അവരെ ഒന്ന് നമ്മള് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇന്ന് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും അല്ലേ. ഹലോ ഹലോ. ആരത്? അനീഷ. അനീഷ, വെൽക്കം അനീഷ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷം, ഇങ്ങനെ പോകുന്നു. അതെ, ഓണൊക്കെ എന്ത് ചെയ്തു? ഓണം കുറച്ചു ദിവസം നാട്ടിലായിരുന്നു. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ചില പ്രോഗ്രാമിലൊക്കെ വിളിക്കൊക്കെ ചെയ്തായിരുന്നു. നിങ്ങളുടെ ഓണം പ്രോഗ്രാം കണ്ടിരുന്നോ? ഉത്രാടത്തിന്റെ ഒക്കെ? അതെ, കണ്ടിരുന്നു. കുറച്ചു നേരം കണ്ടു, കുറച്ച് സമയത്ത്. കുറച്ചു നേരം കണ്ടുള്ളൂ, പക്ഷെ കണ്ടു. നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. താങ്ക് യു അനീഷ. വേറെ നിങ്ങള് സെറ്റ് സാരി ഒക്കെ എടുത്ത് എനിനെ കണ്ടില്ല, മറ്റേ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് എന്നെ കണ്ടോ? വേറൊരു കുട്ടിയെ കൂടെ കണ്ടു. ഷെഹനാസ്. കണ്ടു. ഇവളെ കണ്ടോ? കണ്ടു. നിങ്ങള് പായസത്തിന്റെ കാര്യവും അതൊക്കെ കേട്ടു. പായസം വൈറലായിരിക്കും. നിങ്ങൾക്ക് ഇത്തിരി പായസം കൊണ്ട് തരണം എന്നുണ്ടായിരുന്നു. പിന്നെ തിരക്കല്ലായിരുന്നു. ഓണാണെന്നൊന്നുമില്ല കേട്ടോ, ഒരു ദിവസം പായസം ഉണ്ടാക്കി ഇങ്ങ് വന്നു. അതെ, പായസം ഉണ്ടാക്കിക്കൊണ്ട് വരാം. പിന്നെ അത് മാത്രമല്ല, ഒരു ഡിസംബർ വരെ ഓണത്തിന്റെ ഒരു വൈബ് പോവില്ലല്ലോ. അതെ, അതൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ള നല്ല ചിന്തകളൊക്കെ അങ്ങനെ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ പറയുന്ന കേട്ട് ഞാൻ ഉണ്ടാക്കിയത് നല്ലതായിരുന്നു എന്നൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടെന്ന് കൊള്ളത്തില്ല. ഒരിക്കലില്ല നിഷ, ഒരിക്കലില്ല. അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നമ്മളറിഞ്ഞാൽ മതി കേട്ടോ, അവനോടൊന്നും പോയി പറയണ്ട. എന്താണ് അനീഷയുടെ ഫേവറേറ്റ് പായസം? എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്റേത് എനിക്ക് അടപ്രഥമനാണ് ഇഷ്ടം. അടപ്രഥമൻ അതെല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, അടിപൊളി. അപ്പൊ അടപ്രഥമനായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നോളൂ. അതെ, നിങ്ങൾ കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അടപ്രഥമൻ ഇഷ്ടം, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽപ്പായസം. പാൽപ്പായസം അതിലെന്താ ഇൻഗ്രീഡിയൻസ്? പാൽപ്പായസം എന്തെങ്കിലും ചോറിലുണ്ടാക്കും അല്ലെ, അരി. പിന്നെ അട ഉണ്ടാക്കുമല്ലോ പാലിലിട്ടിട്ട്, അര ഉണ്ടാക്കും. അടയും അരി കൊണ്ട് തന്നെയാ, അരിയുടെ ഫ്ലോർ തന്നെയാ. അതെ, അരിയുടെ അട. അതെ. പിന്നെ അതുപോലെ എത്ര സദ്യ കഴിച്ചു ഈ ഓണത്തിന്, അത് പറ. ആക്ച്വലി ഒരു സദ്യയെ കഴിച്ചുള്ളൂ. ഒരു സദ്യ പ്രോഗ്രാമിനൊന്നും അധികം പോയില്ല ഞാൻ. തിരക്കായിപ്പോയി, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തിരക്കിലായിപ്പോയി.
അല്ല അതിപ്പോ കുഴപ്പമില്ല, നമ്മുടെ ദുബായിൽ ഒരു 6 മാസം വരെ നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ. ഇനിയും കൂടാലോ. അതെ, ഇനി അതെ, അതെ. എത്ര സദ്യ സെലിബ്രേഷൻസ് ഒക്കെ വരുന്നേ ഉള്ളല്ലോ. അല്ല പിന്നെ ഷെജിൽ എത്ര സദ്യ കഴിച്ചു? ഞാൻ സോഫാർ രണ്ട് സദ്യ, 3ാമത്തെ സദ്യ ഈ സൺഡേ കഴിക്കും. ഇനി വരുന്നുണ്ടല്ലേ? പിന്നല്ല, അതൊക്കെ എന്റെ ശക്തിയുടെയും എന്താ അതെവിടെയാ? പറയാ, അടുത്ത ഓണാഘോഷം എവിടെയാ? അടുത്ത ഓണാഘോഷം ഞങ്ങൾ കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, friends എല്ലാവരും ആയിട്ടുള്ള. കൂടിയിട്ട്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്റെ ബ്രദറിന്റെ വൈഫും കൂടിയാണ്. അപ്പം ഞങ്ങൾ എല്ലാ ലേഡീസും കൂടി അവിടെ കൂടാൻ പോകും. ഓ അത് ശരി. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം അനീഷ. ആ, കുറെ ഫ്രണ്ട്സിനെയും ഗേൾസിനെ ഒക്കെ ചേർത്ത് എല്ലാരും സെറ്റ് സാരി. നിങ്ങൾ എല്ലാരും കൂടെ സദ്യ ഉണ്ടാക്കോ അതോ ഓർഡർ ചെയ്യോ? നോ 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 നോ, അങ്ങനെ മെയിലടങ്ങി പണിയെടുക്കാൻ പാടില്ലടാ. ഓർഡർ ചെയ്യൂ. സദ്യ ഓർഡർ ചെയ്യണം, അവിടെ ഇരുന്ന് കഴിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ, ഒരുങ്ങി കഴിഞ്ഞിട്ട് കുറെ റീൽസ് എടുക്കണം. അത് മാത്രമേ വേണ്ടുള്ളൂ. ഫോട്ടോസ് ഓണം റീൽസിന് വേണ്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും. അതിന് വേണ്ടിട്ടാണ് കൂടുന്നത് തോന്നുന്നു. ഓൾ റൈറ്റ് അനീഷ, അപ്പൊ നമുക്കൊന്ന് കളിച്ചാലോ? ആ കളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഇത്ര സ്നേഹത്തോടെ സ്റ്റാർട്ട് ഒക്കെ പറഞ്ഞ വീൽ കറങ്ങും. ഓക്കെ, എന്താണാവോ? ആ കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്യണോ? പറഞ്ഞു. പൊളിറ്റിക്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സാറില്ല, നമുക്ക് കറക്കി കുത്താം. കറക്കി കുത്താം. എന്തായാലും നമ്മുടെ അനീഷക്ക് നല്ല ഈസി ക്വസ്റ്റ്യൻ വരട്ടെ. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് 90 ഏത് വർഷത്തിലാണ് രൂപം കൊണ്ടത്? 1904, 1916, 1905. കേട്ടില്ലേ? ആ, ഏതാണ് ആൻസർ? 1904, 1916, 1905. 1905. ഓക്കെ, 1905. ലോക്ക് ചെയ്യട്ടെ? ആ, ഓക്കെ, ലെറ്റ്സ് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി and the answer is Correct absolutely answer. right. Wow. Congratulations. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ആ വിളി കേട്ടടാ. ഓഡിയോ ഓഡിയോ ആണ് കേട്ടാ. ടിവിയുടെ ഓഡിയോ ഒന്ന് കൂട്ടി വെച്ചോളൂ. കൂട്ടി വെക്കണം അല്ലേ? ഞങ്ങൾ ഇനി മിണ്ടത്തില്ല. ടിവിയിൽ ശ്രദ്ധിക്കട്ടോ. நினச்ச படம் விடுங்க சார், நான் உங்களை சப்போர்ட் பண்ணேன்னு ஒரே வார்த்தையில் சொன்னேன். ஸோ தேங்க்ஸ் டு ஹிம் அண்ட் தேங்க்ஸ் டு ரஞ்சித் சார். அவர் ரொம்ப ஹோல் ஹார்ட்டடாக இந்த படம் வந்து எடுத்திருக்காரு. அண்ட் ரிமார்க்கபிள் കേട്ട് തുടങ്ങിയില്ലല്ലോ ഇതുവരെ. ഇപ്പൊ വരും. ശബ്ദം തിരിച്ചറിയുക. സിമ്പിൾ, ആര്യ, വിശാൽ. ഇനി ടിവിയുടെ വോളിയം കുറച്ചോളൂ കേട്ടോ. ടിവിയുടെ വോളിയം കുറച്ചോളൂ. ഓപ്ഷൻ കേട്ടോ? സിമ്പിൾ, ആര്യ, വിശാൽ. ആര്യാണോ? ആരെയാണോ? ആണോ എങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഓക്കെ. എന്തായാലും കറക്റ്റ് ആൻസർ. ഇന്ന് നമ്മുടെ അനീഷാന്റെ ടൈം ആണ് കേട്ടോ. നല്ലതാ. അപ്പൊ എനിക്കപ്പോ ഇന്ന് ഷമീന ഒരു പായസത്തിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടോ. നോക്കാം, ഒരു ചോദ്യം കൂടെ കഴിയട്ടെ. കാര്യം തന്നിരിക്കും ഉറപ്പായിട്ടും. ഇന്ന് അനീഷ വിന്നർ ആണെങ്കിൽ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ അടുത്ത ആഴ്ച മൺഡേ വരാണെങ്കിൽ ഞാൻ പായസം കൊണ്ട് വന്നിരിക്കും. ഓക്കെ, വന്നിട്ടേ ഉള്ളൂ. അതെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? All the best. Start. Stop. അതാരാ നമ്മുടെ മുമ്പില്? സ്പോർട്സ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ. ഓൾ ദി ബെസ്റ്റ്. ഏതാണ്? സ്പോർട്സ്. അയ്യോ, സാറില്ല, നമുക്ക് കറക്കി കുത്താം. ഓക്കെ, മെൻസ് ഹോക്കി 5S ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? മെൻസ് ഹോക്കി 5 ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ. ടോക്കിംഗ് അബൌട്ട് ഹോക്കി. മെൻസ് ഹോക്കി 5 ഏഷ്യ കപ്പ് എന്ന കപ്പ് ചാമ്പ്യൻ ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ. പെട്ടെന്ന്
ഈ ലൈറ്റ് കണ്ണിലേക്ക് വരുന്ന ഇന്ത്യ അല്ലേ? ഇന്ത്യ ആണെന്നാ, ഹോക്കി അല്ലേ? അതുകൊണ്ടൊരു ഗസ്. ഓക്കെ, എന്തായാലും അങ്ങനെ ഇന്ത്യയിൽ okay. നമ്മുടെ അനീഷയെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. നോക്കാം. Wow, correct answer. Congratulations. ഇവിടെ കറക്റ്റ് ഒന്നും വരുന്നില്ല, ഗ്രീൻ വന്നില്ല. ഇവിടെ വന്നു ആണോ? താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. ഇവിടെ നമ്മുടെ ലൈവ് ഷോ അല്ലേടാ, അപ്പൊ നമ്മൾ കുറച്ച് ഡിലേ ഉണ്ടാവും. ഒരു 20 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. ഇവിടെ നടന്ന് നിങ്ങൾ ടിവിയുടെ അടുത്ത് വരാം, ചെറിയൊരു ഗ്യാപ്പ് വേണ്ടേ? ഞാനപ്പോ കൊണ്ടുവരാം എന്തെങ്കിലും പായസം തന്നെ കൊണ്ടുവരാം. അയ്യോ, ഷെജിലക്ക് മാത്രമേ ഉള്ളൂ പായസം? ഇല്ല, എല്ലാവർക്കും ഉണ്ട്, ഫുൾ ക്രൂവിന്. എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടോ? അതെ അതെ, ഷെജിലിനെ കണ്ടിട്ട് തോന്നല്ലേ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളാണല്ലേ. അനീഷക്ക് ഞാൻ എന്തായാലും എന്റെ പായസം കൊണ്ടിരുന്നുണ്ട്. മൺഡേ വരണം പക്ഷെ. ട്യൂസ്ഡേ ആയാലോ? എന്താ ട്യൂസ്ഡേ ആണെങ്കിൽ വേറെ ആൾക്കാരാ. എന്നോട് ചെയ്യരുത്, മൺഡേ ഉണ്ടാവത്തുള്ളൂ ഷെജില. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത മൺഡേ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് അനീഷ. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അനീഷ. ബൈ. അങ്ങനെ നമുക്കൊരു വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 ഷോയില് വിന്നർ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം നിങ്ങൾ വിന്നർ ആകുമ്പോ. അപ്പൊ ഞങ്ങളെ വിളിക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതെ. അപ്പൊ വേറെ കോളർ ഉണ്ടാവും? ഇല്ല. ഹലോ, ഐ തിങ്ക് ആ കോൾ ഡിസ്കണക്ട് ആയി പോയി. നോ പ്രോബ്ലം, നമ്മളെ വീണ്ടും ട്രൈ ചെയ്യാം. നമ്മളെ വിളിക്കുന്ന നമ്പർ എത്രയാണ്? കോളില്ല. 04238249. കോൾ ഡിസ്കണക്ട് ആയി പോയി. അവര് വിളിക്കും. നമ്മൾ വിളിക്കുന്ന നമ്പർ പറഞ്ഞു കൊടുക്കാം. നമ്മൾ വിളിക്കേണ്ട നമ്പർ 04238249. ഓക്കേ. ടോണി, എന്റെ കുട്ടി ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. നീ വന്ന കുട്ടിയുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത്. ഓക്കെ, അപ്പം വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങള്. ഓണം എങ്ങനെ ആഘോഷിച്ചു? ഇപ്പൊ ഷെജിലിനെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ? ഓണം ഇങ്ങനെ ആഘോഷിച്ചേ? ഓണം വേറെ കാര്യം മധുരല്ലേ? മധുരം എന്ന് പറയുമ്പോഴാണ് മധു സാറിന് ഓർമ്മ വന്നത്. പായസം. അപ്പൊ നമ്മളുടെ ഒരു ലെജൻഡ് എന്ന് തന്നെ പറയാം. മധു സാറിന്റെ ബർത്ത്ഡേ ആണെന്ന്. എത്രാമത്തെ ബർത്ത്ഡേ? 70 സംതിങ്, 90 നമ്മുടെ അമ്മയുടെ ആണ് അല്ലെ? അപ്പം നമ്മുടെ മധു സാറിന്റെ 91 ബർത്ത്ഡേ ആയിരുന്നു അല്ല ബർത്ത്ഡേ ആണ്. അതെ. അപ്പൊ ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ അല്ലെ. ഇനി ഒരുപാട് കാലം ഇങ്ങനെ മധു സാറിന് ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലെ? എത്രയോ പേരുടെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ്, മോസ്റ്റ് ഫേവറേറ്റ് ആക്ടർ ആണ് നമ്മുടെ മധു സാറിന്റെ പ്രിയ. ഒരു ഫേമസ് ആയ പാട്ടില്ലേ, എടുക്ക ഞാൻ ബാലചന്ദ്രനായോ? എനിവേസ്, അപ്പൊ നമ്മുടെ ഫുൾ യുവിഎൽ ക്രൂടെ വക നമ്മുടെ മധു സാറിന്റെ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അതുപോലെ നിങ്ങളുടെ ആരുടെങ്കിലും ഡിയർ വൺസിന്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഓണത്തിനെ പറ്റി എന്താ ചോദിച്ചേ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഷെജിലിനെ കണ്ടിട്ടേ ഇല്ല ഞാൻ, ബാക്കി എല്ലാവരും ഞാൻ കണ്ടു. ടിവിയിൽ കണ്ടില്ല? യുബിയില് കുട്ടി കണ്ടില്ലേ? ടിവിയിൽ കണ്ടു, റീൽസും കണ്ടായിരുന്നു. ഓക്കെ, ഓണം എങ്ങനെയുണ്ടായിരുന്നു വെച്ചാല്, ഓണം വന്നതും പോയതൊന്നും സത്യം പറഞ്ഞ അറിഞ്ഞില്ല. ഇത്രയും കാലം ഓണം വരാറായി കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 10 ദിവസമേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞു വന്നു പോയി. സഡൻ. പക്ഷെ ഒരു സന്തോഷകരം എന്താ വെച്ചാല്, നാട്ടിലാണെങ്കിൽ ഓണം വന്ന് തീർന്നു. ഓണത്തിന്റെ അന്ന് വരെ ഉണ്ടാവുള്ളൂ ആ ഒരു ഹരം. ഇവിടെ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. കുറച്ചും കൂടി കാലം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സദ്യ തിന്നാൻ പറ്റും. ഇപ്പൊ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇതുപോലെ ഡെലിവറി. സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ? സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി സത്യം പറഞ്ഞാല് എനിക്ക് പരിപ്പ് കൂട്ടി കഴിക്കാൻ തന്നെ ഇഷ്ടം. പരിപ്പ് നെയ്യ് മിക്സ് ചെയ്ത് ഇഷ്ടം. പപ്പടം വേണം. പിന്നെ നല്ല അടിപൊളി മാങ്ങാച്ചാർ വേണം. എനിക്കും ഇഷ്ടാട്ടോ, മാങ്ങാച്ചാർ വേണം. പിന്നെ അതുപോലെ സാമ്പാറിന്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. അവിയൽ എല്ലാം ഇഷ്ടമാണ്. ഇങ്ങനെ കുത്തി ചോദിക്കരുത് കുട്ടി. പിന്നെ ലാസ്റ്റിലെ പായസത്തിൽ പഴം പപ്പടൊക്കെ കൂട്ടി കഴിച്ച് അത് നല്ല ടേസ്റ്റ് അല്ലേ? പിന്നെ മോര്, സംഭാരം, രസം എല്ലാം ഇഷ്ടമാണ്.
അപ്പം അടിപൊളി. അപ്പൊ പിന്നെ ഷെനാസ് പറ, ഷെനാസിന് ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിപൊളിയായിരുന്നു. ഇവിടെ യുബിയില് ഓണമൊക്കെ തകർത്തു, കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നായിരുന്നു. അതെ അതെ, യുബിയിൽ എപ്പോഴും അങ്ങനെയാടാ. യുബിയിൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ ലെവലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ എല്ലാരും കൂടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് ഒരുമിച്ച് ഓണാഘോഷിച്ചു. വേറൊരു ഫാം ഹൗസ് പോയി. ഇപ്രാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നോ? ഇപ്രാവശ്യം ഓണല്ല, പക്ഷെ ഒരു ഗാദറിംഗ്. I think we have a caller. Hello. Hello, good evening. Hello. Hello. Call disconnect ആയോ? എനിക്ക് അപശബ്ദം കേൾക്കുന്നു. കീങ് കീങ്. എനിക്ക് സൗണ്ട് പണ്ടേ ഇഷ്ടമല്ല. അതെന്താ? ചുമ്മാ ഡിസ്കണക്ട് ആയല്ലോ. നോ പ്രോബ്ലം. വിഷമിക്കണ്ട, വീണ്ടും ട്രൈ ചെയ്യാം. അതെ, നമ്മൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. 5 മിനിറ്റിന് അതിൻ്റെതായ വിലയില്ലേ അല്ലേ? അതെ, പെട്ടെന്ന് വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സനീഷ് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അവന് പ്രായമായെന്ന് അറിയാം. അവൻ കുറേ കാലം മുടി കളവെന്ന് അറിയാം, പ്രായമായത് അറിയാതിരിക്കാൻ. അത് ഏൽക്കില്ല എന്ന് മനസ്സിലായപ്പോ സനീഷ് എന്താ പറയാ, ഒറിജിനൽ രൂപത്തിൽ ഇന്ന് വന്നിരിക്കുകയാണ് നിങ്ങളിവിടെ കളിക്കാൻ. അപ്പൊ ഒന്ന് ആരും ഞെട്ടരുത്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന മേക്കപ്പ് ഇല്ലാത്ത സനീഷിനെ ആയിരിക്കും. അപ്പൊ മൂപ്പരവിടെ നിന്നിട്ട് എല്ലാം റെഡി ആയി നിൽക്കാണ്, വെയിറ്റ് ചെയ്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും മൂപ്പരെ ഞങ്ങള് തോപ്പിച്ച് നാട്ടിച്ച് കളയണം കേട്ടോ. അപ്പൊ എല്ലാരും വിളിച്ച് മൂപ്പരെ, മനസ്സിലായല്ലോ, എന്റെ സമ്മാനം വരിക്കൊണ്ടുപോവാ. ഭയങ്കര അപ്പം നിങ്ങൾക്ക് അറിയാലോ, കളിക്കളം സീസണിന്റെ പുതിയ രൂപത്തിലാണ് വരുന്നത്. അതെ അതെ, റീവാമ്പ് ചെയ്തിട്ട് ഒരു പുതിയ രീതിയിലൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് അയാളെ തോൽപ്പിച്ച് കളയണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതെ, അപ്പൊ പെട്ടെന്ന് ഞങ്ങള് വിളിക്കാൻ നമ്പർ അറിയാലോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, അതെ, നമ്മൾ അമ്മേനെ കുറിച്ച് പറയായിരുന്നു അല്ലെ? സീരിയസ്ലി എനിക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ? ഒത്തിരി മൂവീസ് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ലാലേട്ടന്റെ അമ്മയെന്നാണ്. ശരിക്കും ലാലേട്ടന്റെ അമ്മയെന്നാണ് എനിക്ക് എന്റെ മനസ്സിലായി വരുന്നത്. അമ്മയുടെ കുറെ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട് ലാലേട്ടന്റെ അമ്മയായിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം. സിനിമയല്ലേ കിരീടം, പിന്നെ ലാലേട്ടന്റെ അമ്മയല്ല, പക്ഷെ അമ്മയായിട്ടല്ലെങ്കിലും അതിലൊരു അമ്മനെ പോലെയാണ്. അതെ അതെ, അതേപോലെ എന്താ പറയാ, പിന്നെ ബാബ കല്യാണി, കൈ നിറയെ ആ ഒരു സോങ് ഉണ്ടല്ലോ, ഒത്തിരി സിനിമ. ആക്ച്വലി ഷീ സോ ലക്കി എന്ന് വെച്ചാല് ഷീ എന്ന് പറയാൻ പറ്റില്ല, ആക്ടേഴ്സ്, അതായത് എല്ലാ സൂപ്പർ സ്റ്റാറിന്റെ അമ്മയായിട്ടാണ് നമ്മുടെ കവിരപ്പന്റെ അമ്മ ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ നാടകത്തിലൂടെ ഒരു 13 years തൊട്ടായിരിക്കും. അല്ല, പക്ഷെ ഇത് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർസിന്റെ മാത്രല്ല, when she was young, നല്ല യങ് ആയ സമയത്ത്, അതെ, അന്നത്തെ ഹീറോസിന്റെ അവരുടെ ഇന്റർവ്യൂല് പറയുന്ന വെച്ചാൽ അവര് അഭിനയിക്കാൻ തുടങ്ങിയത് തന്നെ അമ്മയായിട്ടാണ്, 2 കുട്ടികളുടെ അമ്മയായിട്ട്. അന്നത്തെ ഹീറോസിന്റെ ഒക്കെ അമ്മയായിട്ടുണ്ട്. അതിനുശേഷം പല ജനറേഷൻസിന്റെ അമ്മയായിട്ട് പിന്നെ നമ്മുടെ അമ്മ ആക്ട് ചെയ്തിട്ടുണ്ട്. ഷീ ലെജൻഡ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എല്ലാരും വീട്ടില് എല്ലാവർക്കും വിഷമം, കാരണം എല്ലാവരുടെ അമ്മ ഫീലിംഗ് ആണ്. അതെ അതെ അതെ, ഐ നോ. എന്തായാലും നമ്മുടെ കവിർപിന്റെ അമ്മയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാം. ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സ് നമ്മുടെ മലയാളം സിനിമയിൽ വരട്ടെ, അല്ലേ? അതെ. സോ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായോ ഷനാസ്? യെസ്, അപ്പൊ നമ്മളെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് എത്ര വിന്നേഴ്സ് ഉണ്ടായിരുന്നു? ഒരു വിന്നർ അല്ലേ? ഒറ്റ വിന്നറാണ്. നമ്മുടെ വിന്നർ നമ്മുടെ അനീഷയാണ്. കൺഗ്രാറ്റുലേഷൻ അനീഷ. അതെ, അപ്പൊ വീണ്ടും എല്ലാരും വിളിച്ചവരൊക്കെ വീണ്ടും വിളിക്കുക, അടുത്ത എപ്പിസോഡ് വിളിക്കുക. അതെ, അപ്പം അറിയാലോ. പിന്നെ ഇന്നത്തെ ഷോ കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ ഞങ്ങൾ 3 in 1 വരുന്നതായിരിക്കും, വേറെ 2 ആങ്കേഴ്സ് ആയിട്ട്. അതെ. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ആൻഡ് ബൈ പറയാല്ലേ? നിങ്ങൾ പോട്ടെ എന്നാലേ. അതെ, അപ്പം ഇറ്റ്സ് എ ഗുഡ് നൈറ്റ് ഫ്രം ഷെജി ആൻഡ് ഷഹനാസ്. ബൈ.